മണ്ഡലകാലം കഴിഞ്ഞു. മകരവിളക്ക് തീർത്ഥാടന കാലത്തിലേക്ക് നമ്മളിങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി 9 ദിവസം കഴിഞ്ഞാൽ മകരവിളക്കാണ്. എരുമേലി ശബരിമല പരമ്പരാഗത കാനനപാതയിലൂടെ 5000-ലധികം കുട്ടികളാണ് ഇക്കഴിഞ്ഞ മണ്ഡലകാലത്ത് മല കയറിയത്. തീർത്ഥാടനത്തിനൊപ്പം പ്രകൃതിയെ അറിഞ്ഞും കാടിന്റെ നിയമങ്ങളും വന ജീവിതത്തിന്റെ മൂല്യവും ഒക്കെ അനുഭവിച്ചറിഞ്ഞുള്ള പഠനയാത്രയുടെ കാഴ്ചകളിലേക്കാണ്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ പൂർണ്ണ സഹകരണത്തോടെ സുരക്ഷയും ശാസ്ത്രീയ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചുമാണ് കുഞ്ഞയ്യപ്പന്മാരും കുഞ്ഞു മാളികപ്പുറങ്ങളും മല കയറുന്നത്. ഇത് ഒരു യാത്രയുടെ കഥയല്ല. ഇത് ഒരു തലമുറ കാടിനോട് സംസാരിക്കാൻ തുടങ്ങിയ കഥയാണ്. എരുവേലി മുതൽ ശബരിമല വരെ ഏകദേശം 30 കിലോമീറ്റർ കുരുന്നുകളുടെ കാനനയാത്ര. സ്വാമിയേ ശരണയ്യപ്പ, സ്വാമിയേ ശരണയ്യപ്പ, സ്വാമി ശരണ. എങ്ക മാവട്ടം മോനെ, എങ്ക മാവട്ടം? സേലം മാവട്ടം. നവംബർ 17 മുതൽ ഇവിടെ തീർത്ഥാടകരെ പോയി തുടങ്ങി. 5300 കുട്ടികളാണ് ഇന്നലെ വരെ കടന്നു പോയിട്ടുള്ളത് ഇതുവഴി. 10 മണിക്കൂറുകൾ വെയിലും മഴയും ഇടവഴികളും താണ്ടി ശരണം വിളിച്ച് ഒരു യാത്ര. ഈ മണ്ഡലകാലത്ത് ഇതുവരെ 5000-ലധികം കുട്ടി അയ്യപ്പന്മാരും കുഞ്ഞു മാളികപ്പുറങ്ങളും ഈ കാനനപാതയിലൂടെ ശബരിമലയിലേക്ക് നടന്നു. ഇത് കുട്ടികൾക്ക് കേവലം ഒരു തീർത്ഥാടന യാത്ര മാത്രമല്ല, പ്രകൃതിയെയും പരിസ്ഥിതിയെയും അറിയാനുള്ള ഒരു യാത്ര കൂടിയാണ്. എല്ലാ കുട്ടികൾക്കും മിഠായി നൽകിയാണ് അവരെ സ്വീകരിക്കുന്നത്. ഇവർക്കിത് വ്രതയാത്ര മാത്രമല്ല, ഇത് ഒരു പാഠശാലയാണ്. കാട് പഠിപ്പിക്കുന്ന ഒരു തുറന്ന ക്ലാസ്. പ്രകൃതിയെ അറിഞ്ഞൊരു യാത്ര. ഈ യാത്രയിൽ അവർ ഒറ്റയ്ക്കല്ല. മാർഗനിർദ്ദേശമായി, സുരക്ഷയായി, കരുതലായി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അവർക്കൊപ്പം നടക്കുന്നു. ഈ കാനനപാത ഒരു വഴി മാത്രമല്ല, ഒരു വിലപ്പെട്ട പാഠപുസ്തകമാണ്. അതിലൂടെ നടക്കുന്നത് ദൈവത്തിലേക്കുള്ള വഴി തന്നെയാണ്.